കൃപയിൽ പുത്രന്റെ പേരിൽ തന്നാലും ദൈവമേ ഇന്നേരത്തിൽ ആശീസമാരി ആശീഷം പെയ്യണമേ കൃപകൾ വീഴുന്നു ചാരി വന്മഴ ദൈവമേ. കുഞ്ഞേട്ടനെ പറ്റിയിട്ടുള്ള ഓർമ്മകൾ പറയണമെന്നും പറഞ്ഞിട്ട് അൻപു ഒരു വീഡിയോ അൻപു റിക്വസ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ 1-2 പ്രാവശ്യം ഞാനൊന്ന് പറയാൻ ശ്രമിച്ചു നോക്കി. എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ ഒന്നും കൂടെ ശ്രമിക്കുക. അതെവിടെ തുടങ്ങണം, എങ്ങനെ പറയണമെന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. ഒരു ദിവസം പോലും കുഞ്ഞേട്ടനെ പറ്റി ഓർക്കാത്തൊരു ദിവസങ്ങളില്ല. എന്നും രാവിലെ ഈ വാട്സാപ്പിൽ കുഞ്ഞേട്ടൻ്റെ മുഖം ആ ഫേസ് കണ്ടിട്ടാണ് എന്നും അത് തുറക്കുന്നത്. എന്നാലും ആ ശബ്ദം എനിക്ക് കേൾക്കാൻ പറ്റത്തില്ലല്ലോ, ആ സംസാരം എനിക്ക് കേൾക്കാൻ പറ്റത്തില്ലോ എന്ന് കാണുമ്പം ഒരു ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന, കരുതുന്ന, സ്നേഹിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ഏത് സമയത്തും നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞൊന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയാൻ പറ്റുന്ന ഒരാളാണ് എനിക്ക് നഷ്ടപ്പെട്ടത്. അത് ഏറ്റവും വലിയൊരു വേദന തന്നെയാണ്. ഏത് കാര്യം ഉണ്ടാവുമ്പോഴും വിളിച്ച് ചോദിക്കും, എന്തായി, ഇപ്പം എന്തായി, ഇനി എന്തായി, ചെയ്യാൻ പോണേ, ഞാൻ പ്രാർത്ഥിക്കണ്ട കേട്ടോ. അല്ലെങ്കിൽ അത് ഒന്ന് വിളിച്ച് ആ നേരത്ത്, എത്ര സമയമില്ലാത്ത നേരത്തായിക്കോട്ടെ, ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചിട്ടേ അവസാനിപ്പിക്കുള്ളൂ. അതൊരു ബർത്ത്ഡേ ആയാലും വെഡിങ് ആനിവേഴ്സറി ആയാലും അല്ല, വേറെ വെറുതെ ഒരു കാര്യത്തിന് വിളിച്ചാലും ഒന്ന് പ്രാർത്ഥിച്ചേ വിളി അവസാനിക്കുള്ളൂ. ആ ഒരു ശക്തി, അതൊരു ഭയങ്കര ബലം തന്നെയായിരുന്നു. അത് പോകുമ്പോഴേ നമുക്ക് അതിൻ്റെ വിഷമം മനസ്സിലാവുള്ളൂ. ഇവിടെ വന്ന സമയത്ത്, ഇവിടെ അമേരിക്കയിൽ വന്ന് പുള്ളിക്ക് എല്ലാം ഒരു അത്ഭുതങ്ങളായിരുന്നു. ഓരോ കാണുമ്പോഴും അതെല്ലാം പുള്ളിക്ക് അത്ഭുതങ്ങളാണ്. ഉടനെ എടുക്കും, അതിൻ്റെ വീഡിയോ എടുക്കും, അതിൻ്റെ ഫോട്ടോ എടുക്കും, അതിനെ പറ്റിയിട്ട് ചോദിച്ച് മനസ്സിലാക്കും. അതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു, സന്തോഷമായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. പറ്റാവുന്ന ആകെ 4-5 ദിവസം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും പറ്റാവുന്ന സ്ഥലങ്ങളിലെല്ലാം ഞങ്ങൾ ഒന്നിച്ച് പോയി. ഭയങ്കര സന്തോഷത്തോടെയായിരുന്നു അത് ഉണ്ടായിരുന്നതൊക്കെ. നാട്ടിൽ വന്നപ്പോഴും ജിക്കുവിൻ്റെ കല്യാണത്തിന് വന്നപ്പോഴും ഒന്നിച്ച് കോഴിക്കോട് വരെ പോകാൻ ഞങ്ങൾ ഒന്നിച്ചാണ് പോയത്. ആ സമയത്തും ഭയങ്കര ഹാപ്പിയായിരുന്നു പുള്ളി. അത് ആ തിരുമേനയുടെ വീട്ടിലൊക്കെ പോയപ്പം എല്ലാം ഈ ഒരു കൊച്ചു കുട്ടി ഓരോന്നിനെ പറ്റി ചോദിച്ച് മനസ്സിലാക്കണ പോലെ ചെന്ന് ചോദിച്ച് മനസ്സിലാക്കി വീഡിയോ എടുത്ത് സന്തോഷമായിട്ട് അന്ന് പിരിഞ്ഞത്. അത് കല്യാണത്തിന് കണ്ടപ്പോൾ ഈ പറഞ്ഞ പോലെ ബഹളമായതുകൊണ്ട് അധികം നേരമൊന്നും അടുത്ത് വർത്താനം പറയാൻ പറ്റില്ല. എന്നാലും പോയി തിരിച്ചിങ്ങോട്ട് കയറുമെന്ന് പ്ലെയിനിലേക്ക് കയറുന്നതിൻ്റെ തൊട്ട് മുമ്പ്, എന്തായി, കല്യാണമൊക്കെ കഴിഞ്ഞ് അസുഖങ്ങളൊന്നും ഇല്ലല്ലോ, ഏതായാലും എല്ലാം ഭംഗിയായി ഈ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വിളിക്കുന്നത്, ഏറ്റവും അവസാനം ഞാൻ വിളിക്കുന്നത് കുഞ്ഞേട്ടൻ്റെയും സെല്ലയുടെയും വെഡിങ് ആനിവേഴ്സറിയുടെ അന്ന് വിളിച്ചപ്പോൾ എനിക്കൊന്നൊരു 1-1.5 മണിക്കൂർ നേരം പുള്ളി വർത്താനം പറഞ്ഞിട്ടുണ്ട്. അന്ന് പറഞ്ഞ് വാങ്ങിച്ച സാധനങ്ങളും സാഹചര്യമായിട്ട് ഒത്തിരി നേരം രണ്ടുപേരും കൂടെ ഞങ്ങളെ മിടിക്കുകയോ എല്ലാം ചെയ്തു. അതാണ് അവസാനം ഞാൻ കുഞ്ഞേട്ടനായിട്ട് സംസാരിച്ചത്. പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു പെട്ടെന്ന് പിടിച്ചു പറിച്ചുകൊണ്ട് പോയി എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഒട്ടും അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം എനിക്കത് പറ്റുന്നില്ലെങ്കിൽ സെല്ലയുടെയും കുഞ്ഞുങ്ങളുടെയും കാര്യം നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. എന്നാലും ദൈവിക സമാധാനം കൊണ്ട് എല്ലാവരെയും ദൈവം ആക്കട്ടെ. ഇതേ സെല്ലയോടും സൗമ്യയോടും അമൃതയോടും പറയാനുള്ളത്, നമ്മൾ ഒരാൾ പോയെന്നേ ഉള്ളൂ, പക്ഷെ നമ്മുടെ ബന്ധങ്ങളൊന്നും അറ്റുപോകരുത്. നമ്മളെന്നും ഒന്നിച്ചാണ്. ഏത് കാര്യത്തിനും നമ്മളോട് പറയും, നമ്മൾ ഒന്നിച്ച് തന്നെ നിൽക്കണം. 7 പേരുള്ളതിൽ നടുക്കലത്തെ പറഞ്ഞു പോയപ്പോൾ, ആ പൂ വീണ് പോയപ്പോൾ ബാക്കി 2 ഭാഗം ഒന്ന് ചാഞ്ഞു, ശരിയാണ്. എന്നാലും
ദൈവത്തിൻ്റെ കൃപയിൽ നമ്മൾ ഒന്നിച്ച് നിൽക്കണം, പരസ്പരം പ്രാർത്ഥിക്കണം. അത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നിച്ച് നിൽക്കണം. ദൈവം ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ. വീണ്ടും ദൈവസന്നിധിയിൽ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് കാണണം. അമ്മയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നത്. എനിക്ക് 7 മക്കളുണ്ട്. അവരെല്ലാവരും ദൈവസന്നിധിയിൽ കാണപ്പെടും. അതുപോലെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന മക്കളും നിങ്ങളുടെ പ്രിയപ്പെട്ടവരും ദൈവസന്നിധിയിൽ കാണണം. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ. അതുകൊണ്ട് ദൈവം ഓരോരുത്തരെയും കാക്കട്ടെ. കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു പാട്ട് പാടുന്ന പോലെ ടിൽ വി മീറ്റ് അഗൈൻ അറ്റ് ജീസസ് ഫീറ്റ്. ഗോഡ് ബി വിത്ത് യു ടിൽ വി മീറ്റ് അഗൈൻ. ദേവസ്വങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ എവിടെ നിന്നാ തുടങ്ങേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. ദേവസ്വങ്ങൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഹി വാസ് ദാറ്റ് ഫൺ അങ്കിൾ, the uncle that you always wanted to be around. ഇപ്പൊ നാട്ടിലെ ദേവസ്വങ്ങളുടെ ബൈക്കിന്റെ പുറകെ സിപ്പപ്പ് മേടിക്കാൻ പോവാണെങ്കിലും പുറകത്തെ പറമ്പിൽ പോയി ഞങ്ങളെല്ലാം ജാഥയായി പോയി ദേവസ്വങ്ങളെല്ലാം കാണിച്ചു തരുന്നതാണെങ്കിലും ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ ഞാനും ഇന്നാച്ചിയുടെ കഴിഞ്ഞ ഏറ്റവും അപ്പയമ്മയില്ലായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഒരു പ്രാവശ്യം തന്നെ പോയപ്പോൾ ചാശ്ശേരി പോയപ്പോഴും ദേവസ്വങ്ങൾ രാവിലെ റെഡിയായി നിൽക്കുക, കുളിച്ച് ഡ്രസ് ചെയ്ത് റെഡിയായി നിൽക്കുക ക്ലിനിക്കിൽ പോകാനായിട്ട്. അപ്പോഴാണ് എനിക്കും ഇന്നാച്ചിക്കും ഒരു ക്വസ്റ്റ്യൻ വരുന്നത്, ദേവസ്വങ്ങളെ രണ്ടാമത്തെ തട്ടുംപുറത്ത് എന്താ ശരിക്കും സംഭവം, എന്താ അവിടെ ഉള്ളത്? അപ്പോഴത്തേന് റെഡിയായി നിൽക്കുക ദേവസ്വങ്ങൾ പോകാനായിട്ട്. അപ്പൊ ദേവസ്വങ്ങൾ പറഞ്ഞു, ബാ നമുക്ക് പോയി കാണാം. അപ്പൊ ഞാനും ഇന്നാച്ചിയും മേളിൽ പോയി, ദേവസ്വങ്ങളിലൂടെ മേളിൽ പോയി ദേവസ്വങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇതാണ് എല്ലാം കാണിച്ചു തന്ന് എനിക്ക് തോന്നുന്നു ഒരു 10-3/4 മണിക്കൂർ എടുത്തു എല്ലാം കാണിച്ചു തരാനായിട്ട്. എല്ലാം കാണിച്ചു തന്ന് പിന്നെയും മൊത്തം പൊടിയും പിടിച്ച് ഉഷ്ണിച്ച് വേർത്ത് പിന്നെ ആദ്യം തൊട്ട് കുളിച്ച് ഡ്രസ് ചെയ്ത് റെഡിയായിട്ടാണ് ദേവസ്വങ്ങളെന്ന് വന്നത്. That just shows the type of person that he was. Always willing to put the needs of others before himself. Devas Uncle, we miss you. We love you. Until the time we meet again, thank you for all the memories. അൻപുവിൻ്റെ മെസ്സേജ് കണ്ടപ്പോൾ തന്നെ ഡേവ്സിനെ പറ്റി എന്തെങ്കിലും ഒന്ന് പറയണമെന്ന് തോന്നി. ഈ മാർച്ച് 17-ാം തീയതിക്ക് ഡേവ്സ് നമ്മളിൽ നിന്നെല്ലാം വേർപെട്ട് പോയിട്ട് 1 വർഷം കഴിഞ്ഞു. എത്ര ദിവസമാണ്, പെട്ടെന്നാണ് എത്ര ദിവസങ്ങൾ കടന്നുപോയത്. ഈ കടന്നുപോയ 365 ദിവസവും ഒരു ദിനം പോലും ഡേവിസിനെ ഓർക്കാതിരുന്നിട്ടില്ല. നമ്മുടെ മെലേമാറം തുറക്കുമ്പോൾ തന്നെ മനോഹരമായി പൊഞ്ചിച്ചു നിൽക്കുന്ന ഡേവിസിൻ്റെ മുഖമാണ് ആദ്യം തന്നെ കാണുന്നത്. അത് കാണുമ്പോൾ തന്നെ മനസ്സിനൊരു വിങ്ങലാണ്. അത്രയും വലിയൊരു മുറിവ് നമ്മുടെ എല്ലാവരെയും ഹൃദയത്തിൽ ഏൽപ്പിച്ചിട്ടാണല്ലോ ഡേവിസ് പോയിരിക്കുന്നത്. ആ മുറിവ് ഉണങ്ങാൻ ഇനി കാലങ്ങളെടുക്കുമായിരിക്കും. അതിനുള്ള കൃപ ദൈവം നമുക്കെല്ലാവർക്കും തരട്ടെ. ഡേവിസിനെ പറ്റി പറയുമ്പോൾ അവൻ എൻ്റെ ആങ്ങള മാത്രമല്ല, എൻ്റെ കളിക്കൂട്ടുകാരൻ കൂടിയായിരുന്നു. ചെറുപ്പത്തിലുള്ള എല്ലാ കുസൃതികൾക്കും എല്ലാ കുറുമ്പുകൾക്കും ചേച്ചിയായി ഞാനും
കട്ട സപ്പോർട്ടായിട്ട് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. വലുതായപ്പോൾ പെങ്ങന്മാർക്ക് പ്രിയപ്പെട്ട ആങ്ങളയായി. കൊച്ചുമക്കൾക്ക് സ്നേഹമുള്ള ഡേവിസങ്ങളായി. സെല്ലയ്ക്ക് പ്രിയപ്പെട്ട ഡേവിസേട്ടനായി. മക്കൾക്ക് സ്നേഹമുള്ള ഡാഡിയായി. കൊച്ചുമക്കൾക്ക് വാത്സല്യമുള്ള അപ്പച്ചനായി. ഇങ്ങനെ സ്നേഹം മാത്രം വാരി വിതറാനറിയുന്ന ഒരു മനുഷ്യജന്മം. അതാണ് ഡേവിസ്, എൻ്റെ കുഞ്ഞാങ്ങള. ആത്മാവ് സ്വർഗത്തിലിരുന്ന് സന്തോഷിക്കട്ടെ. Davis uncle was always very kind, sweet, and loving person. He enjoyed playing with kids. I remember the games he used to play where you have to stand a couple feet behind the wall and try to touch the nose, and most of us will come back crying with hurting nose. പിന്നെ പാളയിൽ വലിക്കൽ, അങ്ങനത്തെ പരിപാടികളൊക്കെ അങ്കിളിന് വളരെ ഇഷ്ടമുള്ള പരിപാടികളായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ നോഹയുടെ ആർക്ക് കാണാൻ പോയി. ഹി വാസ് ലൈക്ക് എ ലിറ്റിൽ ചൈൽഡ്. ഹി വാസ് സോ engrossed and interested in all of that, and I took a lot of pictures and videos and everything. He was very gentle, kind, loving person. I miss him. അപ്പോഴതിൻ്റെ ഇത് കിട്ടുള്ളൂ. ആ ഓക്കെ. ഡേവിസേട്ടനെ കുറിച്ചിട്ട് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. എങ്ങനെ തുടങ്ങണമെന്നും എങ്ങനെ അവസാനിപ്പിക്കണമെന്നും എനിക്കറിയില്ല. പക്ഷേ ഡേവിസേട്ടനെ ഓർക്കാത്തൊരു ദിവസവും ഇല്ല സത്യം പറഞ്ഞാൽ. പ്രത്യേകിച്ച് ഈ മാർച്ച് മാസമായപ്പോൾ അത് കുറേയും കൂടെ അങ്ങ് ശക്തിയായിട്ടുള്ള പോലെ തോന്നുക. കാരണം 59ാമത്തെ എൻ്റെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്യാൻ ഡേവിസേട്ടൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ 58ാമത്തെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്തപ്പോൾ പറഞ്ഞു, 60ാമത്തെ നീ അടുത്തുണ്ട്, വലിയ താമസമൊന്നുമില്ല 60ൻ്റെ ഗ്രൂപ്പിലേക്ക് കയറാൻ. പക്ഷേ 60ാമത്തെ ബർത്ത്ഡേക്ക് ആളില്ല. അങ്ങനെ നമ്മൾ ഓരോ ദിവസങ്ങളിലും ഓരോ ഇൻസിഡൻസ് ഉണ്ടാകുമ്പോഴും ഡേവിസേട്ടനെ ഓർക്കാതെ നമുക്ക് പോകാൻ പറ്റത്തില്ല. കുട്ടികളുടെ കൂടെയാണെങ്കിലും വലിയവരുടെ കൂടെയാണെങ്കിലും എല്ലാം കളിക്കാനുള്ള ഒരു രീതിയിലാണ് വർത്താനം പറയുക. എന്ത് പറഞ്ഞാലും അതിന് തക്കതായിട്ടുള്ളൊരു മറുപടി കിട്ടും. ഇപ്പോൾ നമ്മൾ മെലയമാറം തുറന്ന് നോക്കുമ്പോൾ ആ ഒരു കോൺവെർസേഷൻ്റെ ആ രീതി അങ്ങ് മാറി. നമ്മൾ സീരിയസ് ആയിട്ടുള്ള ടോക്ക് മാത്രം അതിനകത്തുള്ളൂ. ഈ കുഞ്ഞു പിള്ളേരുടെ മനസ്സ് നമ്മൾ നഷ്ടപ്പെട്ട പോലെ ഇപ്പം എനിക്ക് തോന്നുന്നത്. ഡേവിസേട്ടനാണ് അതിൻ്റെ പ്രധാനത്. നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ അതിനൊരു കോണി തിരിച്ച് പറഞ്ഞില്ലെങ്കിൽ അത് പൂർത്തിയാവില്ല നമ്മുടെ ആ കോൺവെർസേഷൻ. അപ്പോൾ
നമ്മുടെ ഒരു ബലപ്പെട്ട ഒരു കണ്ണിയാണ് നഷ്ടപ്പെട്ടത്. അത് നമുക്ക് സഹോദരങ്ങൾക്കും എല്ലാവർക്കും, സൽഡേച്ചനെയും സൗമ്യനെ അമൃതനെയും കാര്യം ഞാൻ പറയുന്നില്ല, അത് അവർക്ക് താങ്ങാവുന്നതിൻ്റെ അപ്പുറമായിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്കത് എന്തു പറഞ്ഞാലും അതിനൊരു ആശ്വാസമാവില്ല. അവസാനത്തെ ആ ദിവസങ്ങളിലുണ്ടായത് കാര്യങ്ങൾ ഓർക്കുമ്പോൾ എനിക്ക് പക്ഷേ ഉറക്കം പോലും നഷ്ടപ്പെടാറുണ്ട് സാധാരണ അത് ആലോചിച്ച് കഴിഞ്ഞാൽ. എങ്ങനെ അത് സംഭവിച്ചു എന്ന് എനിക്കിപ്പോഴും അത് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇതൊക്കെ സമയമായി എന്ന് സമാധാനിക്കാൻ നമുക്ക് പറ്റുള്ളൂ. പക്ഷേ അതങ്ങ് ആക്സെപ്റ്റ് ചെയ്യാൻ ഇപ്പോഴും പറ്റിയിട്ടില്ല. സത്യം പറഞ്ഞാൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമുക്ക് അവരെ ഏൽപ്പിക്കുക. വേണ്ടുന്ന സമാധാനം ദൈവം കൊടുക്കട്ടെ. പിന്നെ നമ്മുടെ സ്നേഹബന്ധം നമുക്ക് തുടർന്ന് ഇതേപോലെ തന്നെ മുന്നോട്ട് പോകണം. ആരും അവിടെ നിന്ന് മാറിപ്പോകരുത്. ദൈവം എല്ലാവർക്കും വേണ്ടുന്ന ശക്തിയും കൃപയും തരട്ടെ. ദിവസങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് ഞങ്ങൾ നാട്ടിൽ, അതായത് ചാലശ്ശേരിയിൽ എപ്പോൾ വന്നാലും ഐസ് സ്റ്റിക്ക് വാങ്ങിക്കാൻ പോകുന്നതാ. അത് 1-2 ഐസ് സ്റ്റിക്ക് അല്ല, ഒരു കെട്ട് കണക്കിന് ഐസ് സ്റ്റിക്ക് വാങ്ങിച്ചുകൊണ്ടാണ് ദിവസങ്ങൾ വരുന്നത്. പിന്നെ ബൈക്കിൽ ഞങ്ങളെ കൊണ്ടുപോകും, ആ ചാലശ്ശേരി ടൗണിൽ മൊത്തം പോവും. പിന്നെ ഞങ്ങളെല്ലാം ഉറങ്ങിക്കിടക്കുമ്പോൾ പേസ്റ്റ് വന്ന് തേക്കും മുഖത്തെല്ലാം. അപ്പൊ രാവിലെ പ്രാർത്ഥനയ്ക്ക് എഴുന്നേറ്റ് വരുമ്പോ പേസ്റ്റ് ഒക്കെ കാണും ഇങ്ങനെ സൈഡില്. ഇങ്ങനത്തെ ഒത്തിരി വെച്ചാൽ ഞങ്ങളുടെ ഒക്കെ ചൈൽഡ്ഹുഡ് ശരിക്കും ഒരു അത്രയും കളർഫുൾ ആക്കിയത് ദിവസങ്ങളാണ്. ഇപ്പോ ഓർക്കുമ്പോ അതിങ്ങനെ എപ്പോഴും ഇങ്ങനെ മനസ്സ് നിറഞ്ഞു നിൽക്കുന്ന ഓരോ മെമ്മറീസ് ആണ് ദിവസങ്ങളില്. ദിവസങ്ങളെ കുറിച്ച് പറയാൻ കുറേ കാര്യങ്ങളുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് ദിവസങ്ങൾ നമുക്ക് പഠിപ്പിച്ച് തന്ന ലൈഫ് ലെസൺസ്. ലുക്ക് അറ്റ് ഹൗ ഹി ലിവ്ഡ്, ലുക്ക് അറ്റ് ഹൗ ഹി ഇമ്പാക്റ്റഡ് നോട്ട് ഓൺലി ഹിസ് ഓൺ ഫാമിലി ബട്ട് ദ ഹോൾ ഫാമിലി. ഏറ്റവും ചെറിയ കുട്ടി മുതൽ ഏറ്റവും വലിയ കുട്ടിക്ക് വരെ ഓർമ്മയുണ്ട് ഓരോ മെമ്മറീസും, ഓരോ ചെറിയ ചെറിയ മെമ്മറീസ് ദിവസങ്ങളുടെ കൂടെ ഷെയർ ചെയ്തിട്ടുള്ളത്. അത് ഓർത്തിരിക്കണമെങ്കിൽ അത്രയും ഒരു ഇമ്പാക്റ്റ് ദിവസങ്ങൾ എല്ലാവരുടെയും ലൈഫിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ദിവസങ്ങളുടെ ഒരു മെയിൻ എന്താ പറയുക, ഓർത്തിരിക്കുന്ന ഒരു ക്യാരക്ടർ എന്ന് വെച്ചാൽ ദിവസങ്ങൾ പിള്ളേരുടെ കൂടെ കളിക്കുക. പിള്ളേരെ ഭയങ്കര ഇഷ്ടമാണ്. പിള്ളേരുടെ കൂടെ കളിക്കുമ്പോൾ ദിവസങ്ങളൊരു ചൈൽഡാവും. അതൊരു എന്താ പറയുക, എല്ലാവർക്കും ഉള്ള ക്വാളിറ്റി അല്ല. എന്നുവെച്ചാൽ നമ്മൾ ഒരു ഏജ് കഴിയുമ്പോൾ നമുക്കൊരു ചൈൽഡിൻ്റെ ലെവലിലേക്ക് അവർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള കളികൾ കളിക്കുക, അങ്ങനെ അവരുടെ കൂടെ ഇൻട്രാക്ട് ചെയ്യുക. അത് എല്ലാവർക്കും പറ്റില്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു തവണ സെൽഡാൻഡിയുടെ പേരൻസ് ഇംഗ്ലണ്ടിലേക്ക് പോകുമായിരുന്നു. അപ്പോൾ ഫ്ലൈറ്റിലാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, എൻ്റെ അടുത്തും നിൽക്കുന്ന അമൃതയും അഞ്ജു ഉണ്ടായിരുന്നു, സൗമിച്ചേച്ചി, ഞങ്ങളെല്ലാവരുടെ അടുത്തും പറഞ്ഞു പുറത്ത് പോയി നിൽക്ക്. എവിടെ? പുറത്ത് വെളിയിൽ നിൽക്കുക. അവിടുന്ന് പ്ലെയിനിൽ അവർ നമ്മുടെ ചാലശ്ശേരി പാസ് ചെയ്യുമ്പോൾ പ്ലെയിനിൽ നിന്ന് മിഠായി എറിയും. അപ്പം നിങ്ങൾക്കത് വേണമെങ്കിൽ നിങ്ങൾ പോയി അവിടെ നിന്നോ. അപ്പം ഞങ്ങൾ അവിടെ പോയി നിന്നു. ഈ രാത്രിയാണ്, 8 മണി സമയത്ത് ഞങ്ങളവിടെ പോയി നിന്നു.
എന്നിട്ട് കറക്റ്റ് എങ്ങനെയോ ഒരു പ്ലെയിൻ ആ സമയത്തോട് സ്കൈ കൂടെ പറന്നു. ആഫ്റ്റർ സം ടൈം നോക്കിയപ്പോൾ ഈ പുല്ലിൻ്റെ മുകളിലെല്ലാം മെലഡി ചോക്ലേറ്റ്. അപ്പം ഞങ്ങളെല്ലാവരും ഭയങ്കര പറക്കുക. അപ്പോൾ ഞാൻ പറയുന്നത് ഞങ്ങൾക്ക് അത്രയുള്ള വിവരമേ ഉള്ളൂ, ബട്ട് ഐ റിമെമ്പർ ദാറ്റ് ഇൻസിഡൻറ്റ് ഈവൻ നൗ. അപ്പോൾ ഞാൻ പറയുന്ന അത്രയും ഒരു എന്താ പറയുക, ഞങ്ങൾക്ക് മെമ്മറീസാണ് ഇതൊക്കെ. ഞങ്ങളൊക്കെ സമ്മർ വെക്കേഷനാണ് ചാലശ്ശേരി വരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് തിരിച്ച് പോകുമ്പോൾ കൊണ്ടുപോകാൻ നിറച്ച് മെമ്മറീസാണ്. അങ്ങനെയുള്ളൊരാളായിരുന്നു ഡേവിസങ്ങൾ. അപ്പോൾ ക്യൂരിയസ് മൈൻഡ് ഉണ്ട്, പിള്ളേരുടെ കൂടെ കളിക്കാൻ ഇഷ്ടമാണ്. അത് മാത്രമല്ല ഒരു ഹി നോസ് വെൻ ടു ടേക്ക് തിങ്സ് സീരിയസ്ലി ആൻഡ് വെൻ നോട്ട് ടു. വെൻ ഹീസ് വിത്ത് കിഡ്സ് ഹി ഡസൻറ്റ് നീഡ് ടു ടേക്ക് ലൈഫ് സോ സീരിയസ്ലി. അപ്പോൾ നമ്മളാണെങ്കിലും അതിൽ നിന്നൊക്കെ പഠിക്കാനുണ്ട് നമുക്കും. വി ഡോണ്ട് നീഡ് ടു ടേക്ക് എവറിത്തിങ് സോ സീരിയസ്ലി. വി നീഡ് ടു ഹാവ് എ ചൈൽഡ് ലൈക്ക് സ്പിരിറ്റ്. ഇതല്ലാത്ത ദിവസങ്ങളിൽ ഹി വാസ് എ ഗുഡ് ഹ്യൂമൻ ബീയിങ്, ഹി വാസ് എ ഗുഡ് ക്രിസ്ത്യൻ. എല്ലാം കൊണ്ടും ഏറ്റവും ബെസ്റ്റായിരുന്നു. ദാറ്റ് ഈസ് വാട്ട് വി നീഡ് ടു ടേക്ക് അവേ ഫ്രം ഹിസ് ലൈഫ്. ആൻഡ് ഞങ്ങൾക്കറിയാം യു ആർ ഡൂയിങ് വെരി വെൽ in the hands of God in heaven, and hope to see you someday. ഹലോ എവ്രി വൺ. അൻപു ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഒരു വീഡിയോ അയക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡേവിസങ്ങനെ കുറിച്ചിട്ടുള്ള ഓർമ്മകളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ എന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെ ഞാൻ പറഞ്ഞു പെട്ടെന്ന് അയക്കാമെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഞങ്ങളാന്ന് തോന്നുന്നു ഏറ്റവും അവസാനം അയക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ അൻപു, താങ്ക് യു സോ മച്ച് ഇങ്ങനൊരു അവസരം തന്നാൽ. ഡേവിസങ്ങനെ കുറിച്ചിട്ടുള്ള ഓർമ്മകൾ എന്ന് പറയുന്ന എല്ലാം നല്ല ഓർമ്മകളാണ്. ഡേവിസങ്ങൾ തമാശ പറയുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും കാര്യം പറയുമ്പോഴും വെറുതെ സംസാരിക്കുമ്പോഴും ഒക്കെ നല്ല നല്ല ഓർമ്മകളാണ്. ആൻഡ് എടുത്തു പറയേണ്ട ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് ഞങ്ങൾ ഒരുമിച്ച് ചെയ്ത പ്രോഗ്രാംസ് എല്ലാം വളരെ നമ്മൾ ഓർത്തിരിക്കുന്ന കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ കല്യാണം, അഞ്ജുവിന്റെ കല്യാണം, അതിനൊക്കെ ഞങ്ങൾ ഈ മറ്റേ രാത്രി തലേദിവസത്തെ പരിപാടികളെല്ലാം ദിവസങ്ങളൊക്കെ ആയിട്ട് പ്ലാൻ ചെയ്തതൊക്കെ ഇപ്പോഴും ഓർക്കുന്നു. അതിനുശേഷം പിന്നീട് ഇവിടുത്തെ ഒരു പ്രോഗ്രാമിന് അതുപോലെ തന്നെ സൗമ്യക്ക് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റി. അപ്പം അതെല്ലാം നല്ല ഓർമ്മകളാണ്. വളരെ ചെറുപ്പത്തിൽ ഡേവിസങ്ങളുടെ കൂടെ ബൈക്കിൽ പോയതൊക്കെ ഓർക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് കാലങ്ങൾക്ക് ശേഷം പിന്നെ ഡേവിസങ്ങളായിട്ട് കൂടുതൽ ഇന്ററാക്ട് ചെയ്യാനും സംസാരിക്കാനും ഒക്കെ അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഹൈ എനർജിയാണ്. ഒരു റൂമിലേക്ക് കടന്നു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി കാരണം കൊണ്ട് ആ റൂം മുഴുവൻ ക്യാപ്ചർ ചെയ്യും. അതുപോലത്തെ പേഴ്സണാലിറ്റിയാണ്. ആൻഡ് പിന്നെ ഞങ്ങൾക്ക് എന്താ പറയുന്നത്, എന്തും തുറന്നു പറയാം. വളരെ വളരെ കാഷ്വലായിട്ട് അത് എടുക്കുകയും അതുപോലെ തന്നെ ആവശ്യാനുസരണം എല്ലാ ഉപദേശങ്ങളും തരികയും ഒക്കെ ചെയ്യുന്ന നല്ലൊരു അങ്കിളാണ്. എപ്പോഴും ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അമേരിക്കയിൽ വരുന്ന സമയത്ത് കാലിഫോർണിയയിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഡേവിസങ്ങളും സെൽഡാൻഡിയും കാലിഫോർണിയയിലേക്ക് വരുന്നതായിട്ടുള്ള ഒരു സമയം. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടേക്ക് ഞങ്ങൾ ഷിക്കാഗോ ഭാഗത്തേക്ക് മാറി എന്ന് പറഞ്ഞപ്പോൾ ഇനി സൗമ്യനെ കാണാൻ വരുമ്പോൾ സൗമ്യയും ജോസ് ചേട്ടനൊക്കെ ആയിട്ട് കാണാമെന്നുള്ള കാര്യം കൂടെ അവസാനം പറഞ്ഞിരുന്നു. ആ വോയിസ് നോട്ട് ഇപ്പോഴും എൻ്റെ കയ്യിൽ കിടക്കുന്നുണ്ട്. അപ്പം ഡേവിസങ്കറിനെ ഒരുപാട് മിസ് ചെയ്യുന്നു. സെൽഡാൻഡി, അമൃത, സൗമ്യ, ഫാമിലി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥനകളിൽ ഓർക്കുന്നു. ഞങ്ങളെല്ലാവരും ഡേവിസങ്കറിനെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. സൗമ്യ ചേച്ചിയെയും അമൃതനെയും സെൽഡാൻഡിനെയും എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഓക്കെ, സോ താങ്ക് യു എവരിവൺ. പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾക്ക് ഫിസിക്കലി എത്താനായിട്ട് പറ്റില്ല, പക്ഷേ ഞങ്ങൾ പ്രാർത്ഥനകളിൽ ഓർക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു, ബൈ. ഹലോ, കുഞ്ഞേട്ടനെ പറ്റി ഓർക്കുമ്പോൾ എത്ര പറഞ്ഞാലും തീരില്ല. അത്രമാത്രം കുഞ്ഞേട്ടനെ പറ്റി പറയാനുണ്ട്. ഓരോ ഫോൺ വിളിക്കുമ്പോഴും ഹലോ കുഞ്ഞേട്ടനല്ലേ എന്ന് ചോദിക്കും. എന്തണ്ടേ ആ വിളിയിൽ എല്ലാ സ്നേഹവും കരുതലും ഉണ്ട്. പിന്നെ വിശേഷങ്ങൾ ചോദിക്കലായി. വിശേഷങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞ് അപ്പോൾ ഞാൻ ചോദിക്കും സാലറി ഇല്ലേ? അതേ നാത്തൂനടുത്തുണ്ട്, ഞാൻ കൊടുക്കാം. നാത്തൂൻ കാത്തട്ടാ നിൽക്കണം. അങ്ങനെ അത്രയും സ്നേഹവും കരുതലുള്ളൊരു ചേട്ടനായിരുന്നു.
ഇപ്പോഴും സൈമിൻ്റെ ഓരോ റിസൾട്ടിൻ്റെ കാര്യങ്ങൾ വരുമ്പോഴും അറിയാതെ പറഞ്ഞു പോവുക. ഡേവിസിനോട് പറയേ, പിന്നീടാണ് ആലോചിക്കുന്നത് കുഞ്ഞേട്ടനില്ലല്ലോ എന്ന്. അങ്ങനെ ഓരോ കാര്യത്തിനും. കുറേ നാൾ മുമ്പ് ചാലശ്ശേരിയിൽ ഹൽസേച്ചിയും ബേബേച്ചിയും ഞാനും സീറ്റിയും കൂടി താമസിക്കാൻ പോയപ്പോൾ എല്ലാവരുടെ മുടി നരച്ചിരിക്കണം, അതൊന്ന് കറുപ്പിക്കണം. അങ്ങനെ കുന്നംകുളത്താണാവോ അക്കിക്കാവിലാണാവോ പോയി ആ മുടി കറുപ്പിക്കണ പിന്നെ ഈ ക്രീം വാങ്ങിച്ചു കൊടുന്ന് എല്ലാവരുടെയും മുടി കറുപ്പിച്ച് അങ്ങനെ സുന്ദരികളായിട്ട് വീട്ടിലേക്ക് അയച്ചത്. അങ്ങനെ ഓരോ കാര്യത്തിനും ഒരു ദിവസം പോലും ഓർക്കാത്ത ദിവസമില്ല. പലപ്പോഴും ഓരോ കാര്യങ്ങൾ ഓർത്ത് കരയാറുണ്ട്. സെല്ലയ്ക്കും സൗമ്യയ്ക്കും അമൃതയ്ക്കും കുട്ടികൾക്കും ദൈവം തന്നെ സമാധാനം കൊടുക്കട്ടെ.